ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഗപ്പി എന്ന് പറഞ്ഞ ചിത്രത്തിനെ കുറിച്ചാണ്. ഗപ്പി നമുക്കറിയാം, ഗപ്പി ടൈറ്റിൽ തന്നെ ഗപ്പി എന്നാണ് സിനിമ. ഗപ്പിയെ കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ്, എല്ലാവരും കണ്ടുള്ള സിനിമയാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. സംവിധായകൻ്റെ താല്പര്യപ്രകാരം, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ടൈറ്റിൽ തന്നെ വെള്ളത്തിനടിയിലുള്ള ഗപ്പി അതിലേക്ക് വരണം എന്ന രീതിയിലാണ് ചെയ്തത്. അതിൽ ഇപ്പം സംവിധായകന് ഈ ഗപ്പിയെ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ, കാരണം ആർട്ടിസ്റ്റുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്ന കുറച്ച് ഷോട്ടുകളുണ്ട്, അതിനെങ്ങനെ ചെയ്യണം എന്ന്. അതിനാണ് നമ്മളിപ്പം സംവിധായകൻ്റെ ഈ വിഷമം മനസ്സിലാക്കി. കാരണം നമ്മൾ കേരളത്തിലൊരു സ്റ്റുഡിയോ പെർഫെക്റ്റ് ആവും അങ്ങനെയൊക്കെയുള്ള സംശയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊരു ടെസ്റ്റ് അടിക്കാൻ പറഞ്ഞു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ടെസ്റ്റാണത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ സംവിധായകർക്കും നമുക്ക് എന്താണെങ്കിലും VFX, ഞാൻ പല തിരക്കഥാകൃത്തുക്കളുടെ അടുത്തും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മാക്സിമം ചിന്തിച്ചാൽ നമുക്കതിനെങ്ങനെ ചിലവ് ചുരുക്കാം. നമുക്ക് എന്നിട്ട് ചിന്തിച്ചതിന് ശേഷം നമുക്കത് എങ്ങനെ ലോ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ മേഖലകൾ നമുക്ക് ഈ വിഷയവുമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ സാധിക്കും. ടേബിൾ ടോപ്പ് ഉണ്ട്, നമുക്ക് മിനിയേച്ചർ സെറ്റ് ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അനിമെട്രോണിക്സ് ഉണ്ട്. അങ്ങനെ പല കാര്യത്തിലും നമുക്ക് നമ്മുടെ വിഷ്വലിനെ നമുക്ക് കൊണ്ടുവരാം. അപ്പം തിരക്കഥ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡയറക്ഷൻ, നമ്മളൊരു സ്ക്രിപ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ ഇപ്പം വിശാലമായിട്ട് തന്നെ ചിന്തിക്കുക. വിശാലമായിട്ട് ചിന്തിച്ച് നമുക്കതിനെ ലോ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ, നമുക്കത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. കാരണം ഷൂട്ട് തുടങ്ങുന്നവരെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. അത് കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടേബിളിൽ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ഷൂട്ടിന് മുമ്പ് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ഡമ്മി വീഡിയോ, അല്ലെങ്കിൽ ഡമ്മി, ഇപ്പം നമ്മുടെ സീക്വൻസ് നമ്മൾ ഡമ്മി ആയിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് ചെയ്ത് അതിനൊന്ന് റഫായിട്ട് കോംബ് ചെയ്ത് ഒരു എഡിറ്റ് റെഫറൻസ് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു റെഫറൻസ് പോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാം, സമയം ലാഭിക്കാം. അവിടെയുള്ള ടെക്നീഷ്യൻസിനൊക്കെ ഒരു കൃത്യമായിട്ടൊരു ധാരണയുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അനിയൻ ചിത്രശാല, അദ്ദേഹം പറയുന്ന പോലെ ആന എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും പല രീതിയിലുള്ള ആന വരാം. ഒരാളുടെ മനസ്സിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന, ഇപ്പോൾ അരിക്കൊമ്പം പോലെ ഉള്ള ആളുകളായിരിക്കാം മനസ്സിൽ കയറി വരാം. മറ്റൊരാളുടെ ആന ചിലപ്പം ഏതെങ്കിലും പൂരപ്പറമ്പിലുള്ള ആനയായിരിക്കാം. എൻ്റെ മനസ്സിൽ വരുന്നത് വെളുത്ത ഒരു ആനയാണ്, കാരണം എനിക്ക് VFXന് സാധ്യതയുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു വെള്ള ആനയാണ്. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിൽ ആളുകൾ മനസ്സിലാക്കും. കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അത്. അപ്പം ഇപ്പോൾ സംവിധായകൻ ഒരു വിഷയം പറയുമ്പോൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ, ആ റെഫറൻസ് വെച്ച് മറ്റുള്ള ടെക്നീഷ്യൻസിനോടൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, മിക്കതും നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു R&D ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. R&D ചെയ്തിട്ട് വേണം നമ്മൾ ആ വർക്കിലേക്ക് കിടക്കാൻ. കാരണം സംവിധായകൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തിരി മെനക്കേടുണ്ട്. അപ്പോൾ അതിന് പകരം അദ്ദേഹം തന്നെ റിസർച്ച് ചെയ്ത് എനിക്ക് ഇന്നതാണ് വേണ്ടത്, എനിക്ക് ഇന്ന സ്റ്റൈലാണ് വേണ്ടത്, ഞാൻ വിചാരിക്കുന്നത് ഇന്നതാണ്, അത് പറയാതെ ഒരു വിഷ്വലും കൂടെ ചെയ്തു കൊടുത്താൽ സംവിധായകൻ്റെ മനസ്സിലുള്ള ഒരു സാധനത്തിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി മറ്റ് ടെക്നീഷ്യൻസ് ഇത് കാണുമ്പോൾ അവർക്ക് അതിന് മുകളിൽ ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറത്ത് ചിന്തിച്ചുള്ള ഒരു ഔട്ട്പുട്ട് മറ്റ് ടെക്നീഷ്യൻസിന് സംവിധായകന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം ഗപ്പിക്ക് ഞങ്ങൾ ഈ സ്റ്റോറി ബോർഡും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് സ്റ്റോറി ബോർഡ് ചെയ്തിട്ടാണ് പല സീക്വൻസും ഷൂട്ട് ചെയ്തിട്ട് സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള ആംബിയൻസ് ഒക്കെ കണ്ട് അതിന് ശേഷം വരച്ചിട്ടാണ് പിന്നെ നമ്മുടെ ടോവിനോയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ടാങ്ക് പൊട്ടിച്ച് കാനയിലൂടെ വെള്ളം പോകുന്നതും വെള്ളം വരുന്ന സീക്വൻസൊക്കെ സ്റ്റോറി ബോർഡ് വരച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് റെഫറൻസ് ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം മാക്സിമം എല്ലാവരും R&D ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുക. എല്ലാതും പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല, പലതും മിസ്സിംഗ് ആയി പോവാം. എന്നിരുന്നാലും നമുക്കൊരു ധാരണയുണ്ടാവും, ടെക്നീഷ്യൻസിന് ഒരു ധാരണയുണ്ടാവും, ഇന്നതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്നതാണ് വേണ്ടത്. അപ്പം മസ്റ്റായിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ കാര്യമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ സംവിധായകനാണെങ്കിലും അതിൻ്റെ തിരക്കഥാകൃത്താണെങ്കിലും അതൊന്ന് റിസർച്ച് ചെയ്യുക.
അതിന് സാധ്യതയുണ്ടോ, അത് നമുക്ക് ചെയ്താൽ എത്ര എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്, അതിനെങ്ങനെ ചിലവ് ചുരുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിന് നല്ലത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു VFX സൂപ്പർവൈസറെ കൂടെ കൂട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പലരും ഷൂട്ടിന് അന്നാണ് VFX ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്താറ്. അത് ശരിയല്ല. അതിന് മുൻപേ അവരുമായിട്ട് ചിലപ്പോൾ 2-3 മീറ്റിങ്ങിലിരിക്കണം. അതിനുശേഷം അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കണം. അതിനൊക്കെ ശേഷമായിരിക്കണം നമ്മളൊരു ഷൂട്ടിലേക്ക് പോകേണ്ടത്. ഞാനിപ്പം കണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമുക്ക് തലേദിവസം വിളിച്ചതിൻ്റെ ഒരു സാധനം കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പം ലൊക്കേഷനിലേക്ക് വന്ന സൂപ്പർവൈസർ അവിടെയുള്ള വിഷയങ്ങൾ വെച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ടേബിളിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ടേബിളിൽ അത് പ്രൊഡ്യൂസർക്ക് കൂടുതൽ എക്സ്പെൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. പിന്നെ നമ്മൾ സംസാരിച്ചത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തന്നു. സംവിധായകൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു ചെറിയ ക്യാമറയോ മൊബൈലിലോ ഷൂട്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിനെ ഒരു കോമ്പോസിറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ചെയ്താൽ മതി. നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി ചെയ്തതിന് ശേഷം മാത്രം VFXൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക, R&D ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. അപ്പം നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ്.